മുടി കൊഴിച്ചിൽ എൻ്റെ കൺട്രോളിൽ നിന്ന് പോകണ്ടോ എന്നൊരു സംശയം വന്നപ്പോഴാണല്ലോ ഞാൻ എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചത്. അങ്ങനെ ഞാനൊരു ഹെയർ കെയർ ജേണി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിരുന്നു. എല്ലാവരും കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എണീറ്റ് പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖമൊക്കെ കഴുകി നേരെ അടുക്കളയിലേക്ക് ചെന്നു കേട്ടോ. വേറെ ഒന്നിനല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് എല്ലാത്തിനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഞാനിതൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇനി ഒരു പുതിയ ശീലങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് നമ്മുടെ നല്ലൊരു ഇളം വെയിൽ വരുന്ന കണ്ടത്. അപ്പോൾ ഞാൻ നേരെ പോയി മുടിയൊക്കെ ഒന്ന് കോന്തി മുഖമൊക്കെ ഒന്ന് കാണിച്ചു. സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും നല്ലതാണല്ലോ. പിന്നെ അവിടെ കിടന്ന മുടി കൊഴിഞ്ഞതൊക്കെ ഞാൻ പറക്കി കൂട്ടി ഞങ്ങളുടെ റൂമിലേക്ക് ചെന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ വില്ലൻ. ഇതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുടിയൊക്കെ നല്ല പോലെ ഒന്ന് സ്കാൾപ്പിൽ നിന്നൊക്കെ നല്ല പോലെ ഒന്ന് ചീക്കി കൊടുത്തു കേട്ടോ. അവിടെ നിന്ന് കിട്ടുന്ന ആ മുടി, കൊഴിഞ്ഞ മുടികളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നാളെ നിങ്ങൾക്ക് റിവ്യൂ കാണിച്ചു തരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണണ്ടേ. അല്ലെങ്കിൽ നമ്മൾ വല്ല ഉടായ്പിൽ ഹെയർ കെയർ ജേണി എന്ന് പറഞ്ഞ ഇവള് ഫുൾ ഉടായ്പാന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഹെയറൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെനുവിനായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പം ഞാൻ നല്ല പോലെ എൻ്റെ ഹെയറിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല പോലെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്തു. അതിന് ശേഷം നോക്കുമ്പോൾ മുടി കൊഴിച്ചിൽ നോക്കണത് കേട്ടോ വളരെ കുറവ്, ഒരു മുടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുടിയിൽ അപ്ലൈയിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ വളരെ കുറച്ച് മുടിയെ കൊഴിഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരാണ് കേട്ടോ. മുടി കൊഴിഞ്ഞതൊക്കെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ട് അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഞാൻ തോർത്തി കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മറക്കണ്ട, നമ്മുടെ കൂടെ കൂടുന്ന വ്യൂവേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി നമ്മുടെ കൂടെ കൂടിക്കോട്ടെ എല്ലാവരും. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നല്ല ഹെൽത്ത് കെയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഫുഡ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ.